സുഹൃത്തുക്കളെ ശ്രദ്ധിക്കൂ, അതിരാവിലെ നേരത്തെ എണീച്ചിക്കണം, ഓടാൻ ഇറങ്ങി. കാക്കിയൊന്നുമില്ല കേട്ടോ, കാക്കി ഉണങ്ങിയിട്ടില്ല, അതാ സംഭവം. അങ്ങനെ ഇന്ന് നേരത്തെ ഓടാൻ ഇറങ്ങി കേട്ടോ. സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 6:52 ആയിട്ടുള്ളൂ. 8 മണിക്ക് പാർക്കിലെത്തുന്ന ഞാൻ ഇന്ന് വളരെ നേരത്തെ. മഴ 2 ദിവസമായിട്ട് മഴ പെയ്തിട്ട് നമ്മളെ നാടും പരിസരമൊക്കെ നോക്കാം ഭയങ്കര രസാലേ, തെങ്ങും തോട്ടവും കവുങ്ങും തോട്ടവും. പക്ഷെ ഞാൻ രാവിലെ നേരത്തെ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച എന്താ വെച്ചാൽ, കോടമഞ്ഞ് മൂടിയ മാതിരി ഭയങ്കര രസം നമ്മുടെ നാടും പരിസരം. തിയേറ്റർ ഉണ്ടല്ലേ, തിയേറ്ററിൽ ചെറുപ്പകാലത്ത് അത് ആദ്യമൊക്കെ ഏത് സിനിമ മാറിക്കുന്ന രാവിലെ എന്നും നോക്കും. അങ്ങനെ പാർക്കിലെത്തിട്ടോ. പാർക്കിലെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ ശാന്തത, ആരുമില്ല, സംഭവം രസം. പിന്നെ കാക്കാർ ചായ അടിച്ചാൻ വേണ്ടി ഇറങ്ങിക്കണ പോലെ ഇങ്ങനെ തരാതി പരിഭവമൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അത് പാൻ്റെ സ്പെഷ്യൽ കടിയാണ്, രാവിലെ കിട്ടും. ഞാൻ അവിടെ നിന്ന് ഒരു പഴവും ചായ കുടിച്ചു കേട്ടോ. ഗ്രൗണ്ടിൽ ചെറുക്കന്മാരൊക്കെ നല്ല കളിയാണ്, കാരണന്മാരും എല്ലാവരും ഉണ്ട്. പിന്നെ രാവിലത്തെ കണ്ട കാഴ്ച എന്താ വെച്ചാൽ, റോട്ടിൽ പുട്ടിയിടുന്നുണ്ട്. റോഡ് പൊടി പാറാൻ കോറി വേസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. എന്താ ചെയ്യണം. അങ്ങനെ 8:15 9 മണിയായി, ഇതുവരെ കൈനീട്ടം കിട്ടിയിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു രസം സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവരും എത്തി. അങ്ങനെ വൈകാതെ ഒരു 10 9 10 മണിയാകുമ്പോൾ ഒരു കൈനീട്ടം കിട്ടി 50 റുപ്യ. പിന്നെ ഒരു 10 കിട്ടി. അങ്ങനെ അങ്ങാടിക്ക് ഇറങ്ങി 1 2 ഓട്ടോ കിട്ടി. ഉമ്മ വിളിച്ചാണ്ട് വെള്ളിയാഴ്ച അല്ലേ, കുറച്ച് പൂള വേണം, ലേശം നമുക്ക് ഇറച്ചിയും വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളിയാഴ്ച അല്ലേ, ലേശം ഇറച്ചിയൊക്കെ വാങ്ങിക്കാണ്ട് നേരെ പെരേക്ക് വിടുന്നതിടയിൽ ഒരു ഗ്യാറ്റൂർക്ക് ഒരു ഓട്ടം കിട്ടി. അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞ് ഇങ്ങനെ പോന്നപ്പോൾ വണ്ടിൻ്റെ ബാക്കിൽ നിന്ന് നല്ല സൗണ്ട്, എന്താവോ. അപ്പോൾ പണി പാളിക്കണം. ഏതായാലും അയച്ചല്ലേ, ഞാൻ കുട്ടിയേട്ടനെ പോയി കൊണ്ടിട്ട് ഇറക്കാണ്ട് നേരെ കുട്ടിയേട്ടനെ കൊടുന്ന് കുട്ടിയേട്ടന് കടയും തുറന്നു കൊടുത്ത് കുട്ടിയേട്ടൻ്റെ പൈസയും മേടിച്ച് പോന്നപ്പോൾ റോഡ് പണി നല്ല ബേഷായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞു, നോക്കിയേ സോക്കാപ്സറും എന്താ പറയുക സ്പ്രിങ്ങൊക്കെ പൊട്ടിക്കണം, നേരെ പാണ്ടിക്കാട് കിട്ടാറ്. അങ്ങനെ പെരി പോയി ചായ അടിച്ച് നേരെ പാണ്ടിക്കാട് കിട്ടും. അവിടെ ചെന്ന് സ്പ്രിങ് വാങ്ങിക്കാണ്ട് ഉണ്ണിയേട്ടനോട് എടുത്ത് പറഞ്ഞു, നോക്കി ഇതല്ല പണി പാളിയിക്കണം. ഏതായാലും പള്ളിക്ക് പോയിക്കാണ്ട് നിസ്കരിച്ച് കഴിഞ്ഞ് ചുമ്മാ കഴിഞ്ഞ് നേരെ പെരയിൽ വന്ന് നല്ല അടിപൊളി ബീഫും ചോറും പപ്പടവും ഒക്കെ ബാഷായിട്ട് മാഷാള്ള കഴിച്ച് കാണ്ട് നേരെ വീണ്ടും പാണ്ടിക്കാട്ടിൽ വിട്ടു സുഹൃത്തുക്കളെ, സ്പ്രിങ് മാറ്റാൻ. അങ്ങനെ ഒരു വണ്ടി വന്ന് അയച്ചിട്ട് വന്ന് കണ്ട് സ്പ്രിങ് മാറ്റി പെരേക്ക് തിരിച്ച് വന്നപ്പോൾ 5 മണിയൊക്കെയാണ്. പെരും മഴ, പണി പാളി. എന്താ വെച്ചാൽ മഴ കൊണ്ട് പോകുന്നു ഇവിടെ കൊടുന്നെടുത്ത് ഓല. ഏതായാലും വണ്ടി മാറ്റി സ്പ്രിങ്ങൊക്കെ ഉണ്ണിയായിട്ട് ഓട്ടി നോക്കി. കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് സിനാന് പെരയിൽ ബുള്ളറ്റ് കൊണ്ടിടയെന്നും പറഞ്ഞ് ഞാൻ ഓടാൻ വേണ്ടിയിട്ട് പാർക്കൊക്കെ ഇറങ്ങി. ഏതായാലും ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കണ്. ഏകദേശം സമയം എന്ന് പറഞ്ഞാൽ 6:23. ഇനി ഓടാൻ ഇല്ല സമയം കൊണ്ട് ഓട്ട സുഹൃത്തുക്കൾ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ ആയിക്കോട്ടെ, ബൈ.